ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കറി റെസിപ്പി ആയിട്ടാണ്. ഞങ്ങളെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈല് ബീഫ് കറി. അപ്പോൾ ഞങ്ങൾ പുറത്ത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 3/4 കിലോ ബീഫാണ്. ഇപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ പൊടിയാണ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കഷ്ണം പട്ട. അത് ഈ മസാലൻ്റെ കൂടെ ഇടാനല്ല, അത് ലാസ്റ്റ് തേങ്ങൻ്റെ കൂടെ ഇടാനാണ്. അടുത്തത് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം ചതച്ചത്, 2 മീഡിയം സൈസ് തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 കപ്പ് തേങ്ങ. സവാള 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം കറി വഴറ്റാനൊക്കെ ആയിട്ട് 2 മീഡിയം സൈസ് സവാള, പിന്നീട് തേങ്ങൻ്റെ കൂടെ ഇടാൻ 1 മീഡിയം സൈസ് സവാള. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ തീയൊക്കെ റെഡിയാക്കി ചട്ടി വെക്കാം. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നല്ലോണം ചൂടായതിന് ശേഷം നമ്മളിവിടെ വഴറ്റാൻ മാറ്റി വെച്ച സവാള, അതായത് 2 മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിന് എനിക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഉള്ളി ഇട്ടതിന് ശേഷം ഇവിടെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് നമുക്ക് ഉള്ളിയുടെ കളറൊക്കെ മാറുന്നവരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുമ്പോൾ നമുക്കിവിടെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം പച്ച ചൊവ്വയ്ക്ക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. സവാളയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചൊക്കെ നല്ലോണം കുക്കായതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും നമ്മളെ സവാളയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലകളൊക്കെ ബീഫിന് നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം വേവാൻ വെക്കാം. ഇത് പുറത്ത് അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ, അതായത് കുക്കറിലല്ലാത്തതുകൊണ്ട് തന്നെ ബീഫ് വേവാൻ ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പോൾ ബീഫ് വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിനടുത്തായി. അപ്പോൾ ബീഫിൻ്റെ നെയ്യൊക്കെ നല്ലോണം പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് കറി മാറ്റി വെക്കാം. ഇത് ഒരു സ്റ്റൈലാണ്, തേങ്ങ ആഡ് ചെയ്യാത്ത സ്റ്റൈല്. നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ 1 മീഡിയം സൈസ് സവാള ഇട്ട് ചെറുതായി ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ
തേങ്ങാ മിക്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കറിയുടെ ബാക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം അടുപ്പിൽ വെക്കാം. നമുക്ക് ഒരുപാട് കറി ഉണ്ടാക്കി അതിനെ കുറച്ച് പാർട്സ് ആക്കി മാറ്റിയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈലും റെഡിയായി. ഇത് കുറച്ചും കൂടെ ഡ്രയറാണ്, നമ്മൾ തേങ്ങ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഡ്രൈ ആണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞങ്ങളുടെ ബീഫ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.